Again, welcome to Outcomes Studies Online. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ JEE മെയിൻ്റെ കുറച്ച് സിമ്പിൾ ബട്ട് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ടോപ്പിക്കിൽ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x). ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഫോർ x<0 ഇതാണ്, ദാറ്റ് ഈസ് sin a+1 into x plus sin x divided by x. And x is equal to 0, the function value c ആണ്. And for x greater than 0, ഈ function value square root of x plus bx square minus square root x divided by b multiplied by x raised to 3/2. പിന്നെ this function is continuous at x is equal to 0 എന്ന് പറയുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ at that particular point. Okay, here we are evaluating the continuity of the function at x is equal to 0. Okay, that means left hand limit is equal to right hand limit, that is equal to the value of function at x is equal to 0. Left hand limit എന്ന് പറഞ്ഞാൽ നമുക്കറിയാം f of 0 minus right hand limit and the f of 0 plus, that is equal to the value of the function at x is equal to 0, that is f of 0. Okay, f of 0 minus is equal to limit x tends to 0 minus f of x. Okay, അപ്പോൾ നമുക്ക് എങ്ങനെ വേണം എഴുതാം, this is equal to limit x tends to 0 minus the value of function is this, that is sin a plus 1 multiplied by x minus sin x the whole divided by x. അപ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഞാനിവിടെ എക്സ് എഴുതി, ഇവിടെയും എക്സ് എഴുതി. ഓക്കെ, ഇനി ഇത് സ്റ്റാൻഡേർഡ് ഫോമാറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്താ സ്റ്റാൻഡേർഡ് ലിമിറ്റ് നമുക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x divided by x, this is equal to 1. ഓക്കെ, ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാം ഫോർ എനി ഫംഗ്ഷൻ, ദാറ്റ് ഈസ് limit x tends to 0 sin, suppose instead of x we have a function some g of x. Okay, sin g of x divided by g of x, this is equal to 1. Appom limit x tends to 0, g of x is equal to 0. Sin of g of x divided by g of x is equal to 1. If and only if limit x tends to 0, g of x is equal to 0. അപ്പോൾ നമ്മൾ ചെറിയൊരു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സൈൻ എ പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. ഞാൻ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആക്കാൻ വേണ്ടി ഈ a+1 ഡിനോമിനേറ്ററും എഴുതാണ്, a plus 1 മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെയും a+1 എഴുതാം. a+1 ഈസ് റൈറ്റ് ഇൻ ദ ന്യൂമറേറ്റർ ഓൾസോ. ഓക്കെ, മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. നോ, ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോം. ദ വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, the value of this limit that is also is equal to 1. Here it is plus, so we have plus here, plus here. So what is the value of this limit? This is equal to a plus 1 plus 1, that is equal to a plus 2. Okay, so left hand limit is equal to a plus 2. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്തു. അത് എത്രയാണ്, f of 0 minus that is equal to a plus 2, right? Now നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു f of 0 plus that is equal to limit x tends to 0 plus the value of f of x is this quantity. ഓക്കെ, ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ നോക്കി ഈ സ്ക്വയർ റൂട്ടിനകത്ത് ഒരു എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ. അപ്പോൾ എന്താണ്, ഒരു എക്സ് കോമൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവനെ എഴുതാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് ബി എക്സ്.
Okay, minus this term square root of x divided by b multiplied by x raised to 3/2. Okay, അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് മൈനസ് 1, ദി സ്ക്വയർ റൂട്ട് ഇസ് കോമൺ, ഡിവൈഡഡ് ബൈ ബി എക്സ് റേസ് ടു 3/2. And again we have limit x tends to 0 plus root x ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ റൂട്ട് എക്സ് പോയി ഇവിടെ എന്ത് വരും? ദാറ്റ് ബിക്കം എക്സ്. സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് എക്സ് ആൻഡ് ദിസ് റൂട്ട് എക്സ് ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ നമ്മളെ ലിമിറ്റ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഇതെന്താ ഫോം? ദിസ് ഫോം അഗെയിൻ വെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് അഗെയിൻ 0/0 ഫോമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവനെ ഒന്ന് റാഷണലൈസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് മൈനസ് 1 മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് പ്ലസ് 1. ഞാനിവിടെ റാഷണലൈസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ബി എക്സ്. സോ ആസ് ടു ബാലൻസ് ഇക്വേഷൻ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് എഴുതും? സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് പ്ലസ് 1 എന്ന് എഴുതി. ന്യൂമറേറ്റർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബി എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ബി എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ബി എക്സ് പ്ലസ് 1. ദിസ് പ്ലസ് 1 ആൻഡ് മൈനസ് 1 ഗെറ്റ് ക്യാൻസൽ. സോ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? ബി എക്സ് മാത്രമായിരിക്കും. ഒരു ബി എക്സ് ഡിനോമിനേറ്ററിലുണ്ട്. സോ ബി എക്സ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഗെറ്റ് ക്യാൻസൽ. നോ അപ്ലൈ ദ ലിമിറ്റ്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പം ബി എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ദ വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ബിക്കം 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ എച്ച് എൽ, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, so LHL is equal to RHL is equal to f of 0. That's the value of the function evaluating at x is equal to 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? f of 0 plus that is 1/2 that is equal to c. So the value of c is equal to 1/2. f of 0 minus that is equal to a plus 2 that is also equal to 1/2. So a is equal to 1/2 minus 2 that is equal to minus 3/2. Okay, b may be any real number. So b belongs to R. So we have a is equal to minus 3/2. b belongs to R. That may be any real number that will not affect the value of this limit. And c is equal to 1/2. So option D is the correct answer. Okay. This is a very simple problem. Direct application of L'Hospital's rule. Okay. And the question, limit x tends to 0. Log of 3 plus x minus log of 3 minus x divided by x, that is given as k. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കിട്ടും? എക്സ് ഇസ് 0 കൊടുത്താൽ ദിസ് വിൽ log 3 minus log 3 that is 0. ഡിനോമിനേറ്ററിൽ 0. സോ ദിസ് ഈസ് 0/0 ഫോം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചുമ്മാ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവൻ എങ്ങനെ എഴുതാം? ഇവനെ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് 3 പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഇക്വൽ ടു 1/3 പ്ലസ് എക്സ് മൈനസ് ഇവനെയും ഡിഫറൻഷിയേഷൻ ചെയ്യാം. ദാറ്റ് ബിക്കം 1/3 മൈനസ് എക്സ്. ഇനി 3 മൈനസ് എക്സിനെ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എന്ത് കിട്ടും? ഇവിടെ -1 കിട്ടും. മൈനസ് ഇൻറ്റു -1. സോ ദിസ് ബിക്കം +1 ഡിവൈഡഡ് ബൈ ഇവനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ 1 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് 0 ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 3 പ്ലസ് 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. സോ ആൻസർ ഈസ് സി. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ലിമിറ്റ് ആൽഫ ടെൻസ് ടു π/4 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ മൈനസ് π/4. അപ്പോൾ നമുക്ക് ആൽഫ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? സൈൻ
pi by 4. Sin pi by 4 means 1 by root 2 minus cos pi by 4, that is 1 by root 2. Pi by 4 pi minus pi by 4, that is equal to 0. So 1 by root 2 minus 1 by root 2, that is 0. Denominator is also 0. 0 by 0 form. So we can apply L'Hospital rule. That means we are applying L'Hospital rule. Numerator denominator differentiate ചെയ്യാം with respect to alpha. അപ്പോൾ എന്ത് കിട്ടും? This become limit alpha tends to pi by 4. Derivative of sin alpha, that is cos alpha, minus derivative of cos alpha, that is minus sin alpha. So this become cos alpha plus sin alpha, divided by derivative of alpha, that is 1 minus derivative of pi by 4, that is equal to 0. So limit alpha tends to pi by 4, cos alpha plus sin alpha. Now substitute the value of alpha, that is equal to pi by 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cos pi by 4 plus sin pi by 4. That means 1 by root 2 plus 1 by root 2. That is equal to 2 divided by root 2. That is equal to root 2. So the answer is option A. Okay. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. എ വെരി സിമ്പിൾ പ്രോബ്ലം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ നോൺ സീറോ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ, ദറ്റ് ഈസ് f of x plus y is equal to f of x multiplied by f of y for every x comma y element of R. Okay. And a condition is given, the value of f of 2 is equal to 9. We want to find the value of f of 3. നമുക്ക് f of 3യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x plus y, that is equal to f of x into f of y. ഈ ഫംഗ്ഷൻ ഏതാ? ജസ്റ്റ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ദ നാച്ചർ ഓഫ് ദിസ് ഫംഗ്ഷൻ. ദിസ് ഈസ് എൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഫംഗ്ഷണൽ ഇക്വേഷനാണ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്താ? അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് പ്ലസ് വൈ. ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവനെ നമുക്ക് എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എ റേസ് ടു വൈ. വാട്ട് ഈസ് എ റേസ് ടു എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് എ റേസ് ടു വൈ അത് പറഞ്ഞാൽ എഫ് ഓഫ് വൈ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എഫ് ഓഫ് വൈ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് എന്താണ്? ഈ ഫംഗ്ഷണൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു 2 ഈസ് ഈക്വൽ ടു 9. 9 നമുക്ക് എഴുതാം 3 സ്ക്വയർ. ഓക്കെ, ദാറ്റ് മീൻസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ. നൗ വി ക്യാൻ കമ്പയർ ദിസ് എക്സ്പോണൻറ്റ് ഓർ പവർ 2 and 2 get cancelled. So a is equal to 3. അപ്പോൾ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. എന്താണ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 റേസ് ടു എക്സ്. അപ്പം എഫ് ഓഫ് 3യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 27. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ വിച്ച് വാല്യൂ ഓഫ് എൻ, എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദിസ് ലിമിറ്റ് ഈസ് എ ഫൈനൈറ്റ് നോൺ സീറോ വാല്യൂ. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഒരു ഫൈനൈറ്റ് നോൺ സീറോ വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദിസ് എൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ആർ ഗിവൻ 1, 2, 3, 4. റൈറ്റ്, നമുക്ക് നോക്കാം. കോസ് എക്സിൻ്റെ സീരീസ് എക്സ്പെൻഷൻ ഒന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് ദി സീക്വൻസ് goes on. Okay, so what is the value of cos x
minus 1, that is equal to this term minus 1. This 1 and 1 get cancelled. So cos x minus 1, that is equal to minus x square by 2 factorial plus x raised to 4 by 4 factorial minus x raised to 6 by 6 factorial plus x raised to 8 by 8 factorial minus and higher terms of x. Okay. ഇവിടെ എക്സ് സ്ക്വയർ കോമൺ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്ന് പുറത്തോട്ട് എടുക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 4 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് ഹയർ ഓർഡർ ടേംസ്. ഓക്കെ. ഇനി ഇയാളുടെ വാല്യൂ എന്താ? ഇ റേസ് ടു എക്സിൻ്റെ വാല്യൂ. വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് ഇ റേസ് ടു എക്സ് that is equal to 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus higher order terms. അപ്പോൾ ഈ cos x മൈനസ് ഈ റേസ് ടു എക്സിൻ്റെ വാല്യൂ ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? cos x മൈനസ് ഈ റേസ് ടു എക്സ് that is equal to this term മൈനസ് ദിസ് ടേം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ തന്നെ എഴുതി നോക്കട്ടെ. ദാറ്റ് മീൻസ് കോസ് എക്സ് മൈനസ് ഇ റേസ് ടു എക്സ്. സോ നമുക്ക് എന്താ കിട്ടുന്നത്? 1 മൈനസ് ഓൾ ദിസ് ടേം മൈനസ് ദിസ് ടേം. ദിസ് ഈസ് അവർ ഇ റേസ് ടു എക്സ്. ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് ഈ സാധനത്തിന് ഒന്ന് എഴുതി നോക്കാം. ഞാനിനി ഈ സാധനമാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ആദ്യം ലോ ഓർഡർ ടേംസ് എഴുതാം. ലോ മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് മൈനസ് x square minus x cube by 3 factorial. So minus x cube by 3 factorial plus this term that is x raised to 4 by 4 factorial minus x raised to 5 by 5 factorial minus x raised to 6 by 6 factorial and higher order terms. ഇവിടെ കോമൺ ആയിട്ട് x ഉണ്ട്. അപ്പോൾ നമുക്ക് xനെ പുറത്തോട്ട് എടുക്കാം. So we can write this is equal to x multiplied by minus 1. Here this become minus x. This term become minus x square by 3 factorial plus x cube by 4 factorial and other terms. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് അങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നമ്മൾ എന്താ കോമൺ ആക്കി എടുത്തത്? എക്സ് സ്ക്വയർ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സ് കോമൺ ആക്കിയിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. സോ എക്സ് ക്യൂബ് മൾട്ടിപ്ലൈഡ് ബൈ ഇതിലുള്ള റിമൈനിങ് ടേംസ് ഏതൊക്കെയാണ്? മൈനസ് 1/2 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 4/6 ഫാക്ടോറിയൽ ആൻഡ് സോ ഓൺ. പിന്നെ ഇവിടുത്തെ എന്ത് ടേം വരും? മൈനസ് 1 മൈനസ് എക്സ് minus x cube by 3 factorial and higher terms of x whole divided by x raised to n. ഓക്കെ. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഫൈനൈറ്റ് ആയിരിക്കണം. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ n-ന് 3 ആണ് വിചാരിക്കുക. 3 ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് ക്യൂബ് വരും. സോ ദിസ് എക്സ് ക്യൂബ് ഇൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഗെറ്റ് ക്യാൻസൽ. പിന്നെ നമ്മൾ എക്സിന് എന്ത് ചെയ്യുക? 0 കൊടുക്കുക. അപ്പോൾ ഈ ടേം 0 ആവും, ദിസ് ടേം 0 ആവും, ഈ ടേം 0 ആവും, ഈ ടേം എല്ലാം 0 ആവും. അപ്പോൾ റിമൈനിങ് ടേംസ് ഏതാ? മൈനസ് 1/2. ഈ ഫാക്ടറിൽ മൈനസ് 1/2 ഈ ഫാക്ടറിൽ മൈനസ് 1. സോ മൈനസ് 1/2 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ ദ വാല്യൂ ഓഫ് n ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ. So we conclude n is equal to 3. Okay.
ഇനി n 3 ലെസ്സാണ് വിചാരിക്കുക. n ലെസ് ദാൻ 3. അപ്പോൾ എത്ര വാല്യൂ ഓഫ് n എന്താ? n ഈസ് ഈക്വൽ ടു 1 or 2. n 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഡിനോമിനേറ്ററിൽ x റേസ് 1 വരും. അപ്പം ഇത് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. ഇനി n 2 ആണെങ്കിലോ? n 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ എക്സ് ക്യൂബും ഉണ്ട്. ഒരു എക്സ് സ്ക്വയർ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്ത് വരും? ന്യൂമറേറ്ററിൽ എക്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. Again the value of this limit is equal to 0. That means if n is less than 3, that means either n is equal to 1 or n is equal to 2. The value of this limit that is equal to 0. Okay. ഇനി n 3 കൂടുതലാണെങ്കിലോ? That means if n is equal to greater than 3, that means n is equal to 4, 5, 6, 7 or any higher number. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? നമുക്കിവിടെ എന്താ വരുന്നത്? എക്സ് ക്യൂബ് ഇവിടെ ഉണ്ട്. ഇവിടെ എക്സ് റേസ് ടു, ഫോർ എക്സാമ്പിൾ n is equal to 4 ആയിക്കോട്ടെ, എക്സ് റേസ് ടു 4. സോ ഒരു എക്സ് ക്യൂബ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഈ എക്സ് ക്യൂബ് ക്യാൻസലായി, ഇവിടെ എക്സ് ആയി. സോ ഡിനോമിനേറ്ററിൽ എക്സ് വന്ന് ഡിനോമിനേറ്ററിൽ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1/0. 1/0 is equal to infinity. That means an unbounded, that is not defined. If n അതുകൊണ്ട് n is greater than 3, n is equal to 4, 5, 6, 7 any number ആണെങ്കിൽ this become a unbounded function. Okay. So in this question the value of n is equal to 3. Okay.